ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് മോതിരയിൽ 52 എന്ന സ്ഥലത്താണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ദുരിതമാണ് കുടിവെള്ളം. കുടിവെള്ളത്തിനായിട്ട് ഇവിടുത്തെ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ട്. മറ്റാവശ്യങ്ങൾ ഇവരിതിനെല്ലാം ആശ്രയിക്കുന്ന ഒരു കിണറാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഈ ഫോറസ്റ്റിനകത്തുള്ള ഈ ഒരു കിണറാണ് ഇവരെല്ലാം ഏക ആശ്രയം. 10-70 വീട്ടുകാർ ഉപയോഗിക്കുന്നൊരു കിണറാണിത്. ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു അഭിപ്രായം, ഒരു പരാതി, അവർക്ക് പൈപ്പിൽ ആഴ്ചയിൽ ഒരു 2 തവണ എങ്കിലും വെള്ളം കിട്ടുമായിരുന്നെങ്കിൽ അവർ ഈ ദുരിതത്തിനൊരാശ്വാസമായേനെ. രാത്രിയും പകലും ഒന്നില്ലാതെ അവർ വെള്ളം കോരിക്കൊണ്ട് പോകുന്ന ഒരു കിണറാണിത്. നല്ല ദൂരത്തുനിന്ന് വരെയും വെള്ളം കോരാൻ ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായത്തിലേക്ക് പോവാം. അമ്മജി ഇവിടെ അടുത്താണോ താമസിക്കുന്നത്? ദൂരെയല്ലേ? നല്ല ദൂരത്തു നിന്നാണോ വെള്ളം കോരാൻ വരുന്നത്? ആഹാ, പൈപ്പിലൊന്നും വെള്ളമില്ലേ? വെള്ളം വന്നിട്ടല്ലേ? പൈപ്പിലപ്പോൾ എത്ര ദിവസം, ആഴ്ചയിൽ എത്ര ദിവസം വെള്ളം വരണമെന്ന് അമ്മയുടെ ആഗ്രഹം? ഞങ്ങൾക്ക് 2-3 പ്രാവശ്യം കിട്ടി, അത്ര ഉപകാരമായിരുന്നു. വെള്ളം കുറച്ച് കോരിയാൽ മതി അതല്ലേ? ഈ അമ്മ മാത്രമല്ല, ഇതുപോലെ വയ്യാത്ത ഒരുപാട് അമ്മമാർ ഇവിടുന്ന് വെള്ളവുമായി പോകുന്നുണ്ട്. ഈ നിൽക്കുന്നവരെല്ലാം ഇവിടുന്ന് 1/2 കിലോമീറ്റർ ദൂരെയുള്ളവരാണ്. ഇവരിതുപോലെ പല ട്രിപ്പാണ് ഇവിടെ വെള്ളത്തിനായി എത്തുന്നത്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾ വരെയുണ്ട് ഇവിടെ നിന്ന് വെള്ളം കോരാൻ. നമുക്ക് നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് പോകാം. അമ്മ, എത്ര വീട്ടുകാർ ഇവിടുന്ന് വെള്ളം കോരുന്നുണ്ട്? 60 വീട്ടുകാരുണ്ട്. ഉണ്ടല്ലേ? എല്ലാവരും ഇവിടുന്നാ വരുന്നത്? എല്ലാവരും ഇവിടുന്നാ പോരുന്നത്. എല്ലാവരും ഒരു ആശ്രയം ഇതാണല്ലേ, വറവിന്, അല്ലയോ? സന്ധ്യയാകുമ്പോഴത്തേന് രാത്രിയിലെല്ലാം വെള്ളം കോരുകാരുണ്ടോ? കോരുകാരാ. വെളുപ്പിനെ ഞങ്ങൾ ഉണരുമ്പോൾ കലം കയ്യാലൊക്കെ ഇടിച്ചിടിച്ചാ പോരുന്നേ. 2-3-4 കലം കൊണ്ടാ വരുന്നേ. അപ്പോൾ നമുക്ക് പൈപ്പ് വെള്ളം വന്നാൽ അത്ര ആശ്രയമായിരുന്നല്ലേ? പൈപ്പിലിപ്പം എങ്ങനെ, മാസത്തിൽ ഒരിക്കലാണോ വെള്ളം വരുന്നത്? അതോ കഴിഞ്ഞ മാസത്തിൽ 1-2 പ്രാവശ്യം അടുപ്പിച്ച് വന്നായിരുന്നു വെള്ളം. ഇപ്പൊ പിന്നെ വന്നിട്ടില്ല. ഇപ്പൊ നമുക്ക് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം വെള്ളം വരുമായിരുന്ന ഒരു ഉപകാരമായിരുന്നല്ലേ? ആഴ്ച 2 പ്രാവശ്യം വന്നാൽ മതിയായിരുന്നു. ഈ അമ്മമാരെല്ലാം ഇവിടുന്ന് ഒരുപാട് പ്രയാസപ്പെട്ട് വെള്ളവുമായി കടന്നു പോകുന്നത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇവരുടെ അവസ്ഥ സുന്ദര കില്ലാടി സിനിമയിലെ പോലെയാണ്. ഒരിറ്റ് ദാഹജലത്തിനായി ഇവരെല്ലാവരും നെട്ടോട്ടം ഓടുകയാണ്. ഊണുമില്ല, ഉറക്കവുമില്ലാതെ, രാത്രിയെന്നില്ല പകലെന്നില്ലാതെ ഇവരെല്ലാവരും വെള്ളം ചുമ്മിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണ്ടേ? ഇവരുടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ അത് നമ്മുടെ ഭരണകൂടം മനസ്സിലാക്കണം. എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, പല ആളുകളിലേക്ക് എത്തിക്കുക. നമ്മുടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാകട്ടെ. എത്രയും വേഗം നമ്മുടെ പൈപ്പ് ലൈനുകളിൽ ആഴ്ചയിൽ 2 വട്ടം വെള്ളം വരട്ടെ. അങ്ങനെങ്കിലും നമ്മുടെ ഈ വെള്ളത്തിൻ്റെ ദുരിതമൊന്ന് മാറട്ടെ. ഈ കലക്കവെള്ളമാണ് കുടിക്കുന്നത്. ഈ ദേശത്ത് പൈപ്പ് ലൈൻ വന്നിട്ട് ഏകദേശം കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. മാസത്തിൽ ഒരിക്കലാണ് ഇവിടെ പൈപ്പുകളിൽ വെള്ളം വരാറുള്ളത്. ഒരു വീട്ടുകാർക്ക് 1000 ലിറ്റർ എന്ന കണക്കിൽ പോലും വെള്ളം കിട്ടാറില്ല. അന്നും ഇന്നും ഇവരുടെ ദുരിതം ഇത് തന്നെ. ഈ വീഡിയോ വേഗത്തിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.